പണ്ട് എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷെ പിന്നീട് പതുക്കെ പതുക്കെ അതിൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലേക്ക് ഇടം മാറി. ഞാൻ പറയുന്നത് നമ്മുടെ സ്വന്തം പുട്ടിനെ കുറിച്ചാണേ. വീക്കെൻഡൊക്കെ ആയിട്ട് നമ്മൾ ഫാമിലി ആയിട്ട് ലുലു ഒക്കെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഒരു സജഷൻ, ലഞ്ച് നമുക്ക് ദേ പുട്ടിയെന്നായാലോ എന്ന്. പിന്നീടൊന്നും ആലോചിച്ചില്ല, നേരെ ഇങ്ങോട്ട് പോന്നു. നമ്മളവിടെ ചെന്നിരുന്നപ്പോൾ തന്നെ നമുക്ക് സുലൈമാനിയൊക്കെ കൊണ്ടു തന്നു കേട്ടോ. ഞാൻ ഇതുവരെ ഇതിനു മുമ്പ് സുലൈമാനി കുടിച്ചിട്ടില്ല, പക്ഷെ ഞാൻ പറയട്ടെ, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഒരു പ്രത്യേക ഫ്ലേവറൊക്കെ ആയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ നമ്മളെല്ലാവരും മെനു കാർഡൊക്കെ നോക്കി നമുക്ക് വേണ്ട ഫുഡൊക്കെ ഓർഡർ ചെയ്തേ. എനിക്ക് പറഞ്ഞത് രാംലീലയാണ്. അപ്പം ഞങ്ങൾ 5-6 പേരുണ്ടായിരുന്നത് കൊണ്ട് തന്നെ എല്ലാവരും പല പല പുട്ടാണ് പറഞ്ഞത്. റൺവേ ഉണ്ടായിരുന്നു, അമർ അക്ബർ അന്തോണി ഉണ്ടായിരുന്നു, അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ്. എൻ്റെ പുട്ടിന് കോംബോ ആയിട്ടുണ്ടായിരുന്നത് ഗാർലിക് ചിക്കൻ, സാലഡ്, പപ്പടം, പിന്നെ ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു. പിന്നെ ജ്യൂസായിട്ട് വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ മിനി ഫലൂഡ. എനിക്കൊന്ന് മിനി ഫലൂഡ അമർ അക്ബർ അന്തോണിക്ക് ഉണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇതിനു മുമ്പൊക്കെ പല സ്ഥലത്ത് പോകുമ്പോഴും ലഞ്ചായിട്ട് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ചോറോ ബിരിയാണിയോ ഫ്രൈഡ് റൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതുപോലെ ലഞ്ചായിട്ട് ദേബൂട്ടിൽ കയറി പുട്ട് ഓർഡർ ചെയ്ത് കഴിക്കുന്നത്. പക്ഷേ പറയട്ടെ, നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. എസ്പെഷ്യലി ആ സുലൈമാനി, എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് പതുക്കെ ഒരു മൂളിപ്പാട്ടൊക്കെ പാടി തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ ശരി.